ഹായ്, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ എൻ്റെ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഈ പ്രൊഫൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 7 വർഷമായിട്ട് എന്നെ കണ്ടിന്യൂ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം വീട് എഴുതിയിടുമ്പോൾ, ഞാൻ എന്തെങ്കിലും ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയത്തിനെതിരെ പറയുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ, എല്ലാ രീതിയിൽ ചിന്തിക്കുന്നവർ, പല രീതിയിൽ ചിന്തിക്കുന്നവർ എൻ്റെ ഫോളോ ലിസ്റ്റിലുണ്ട്. പക്ഷേ ആദ്യകാലം തൊട്ടുള്ള എൻ്റെ പ്രൊഫൈൽ ഈ നിമിഷം വരെയുള്ള, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെയുള്ള എൻ്റെ പ്രൊഫൈലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ ട്രോളിയിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഏത് പ്രസ്ഥാനത്തെയാണ്, ഏത് രാഷ്ട്രീയത്തെയാണ്, ഏത് വർഗീയതയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എൻ്റെ ഈ സമയം വരെയുള്ള എൻ്റെ പോസ്റ്റുകളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ 100 പോസ്റ്റ് അല്ലെങ്കിൽ 100 കുറ്റങ്ങൾ അല്ലെങ്കിൽ 100 കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു സംഘടനയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മറുവശത്ത് നിങ്ങൾ 1-2 വട്ടം ഇസ്ലാം തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാം വർഗീയതയ്ക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു, കഴിഞ്ഞു, കഥം. അതായത് ഈ മറുവശത്ത് നിങ്ങൾ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ നിങ്ങൾ 100-1000 കാര്യങ്ങൾ പറഞ്ഞത് അവിടെ വരില്ല, വാല്യൂ വരില്ല. ഇപ്പുറ സൈഡിൽ നിങ്ങൾ ഇതിനെതിരെ, ഇസ്ലാം വർഗീയതയ്ക്കെതിരെ നിങ്ങളൊരു 2 വട്ടം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുത്വ വർഗീയവാദിയാകും, നിങ്ങളൊരു സംഘിയാകും, നിങ്ങൾ ഇസ്ലാം വിരുദ്ധരാകും, മുസ്ലിം സമുദായത്തെ മുഴുവൻ ദ്വേഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഇത് വളരെ മോശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ 2 പോസ്റ്റ്, 2-3 പോസ്റ്റ് ഞാൻ ഇസ്ലാം തീവ്രവാദത്തിനെതിരെ, ഞാൻ 2-3 പോസ്റ്റ് ഇന്നലെ ഇസ്ലാം തീവ്രവാദത്തിനെതിരെ ഞാൻ ഇന്നലെ 2-3 പോസ്റ്റ് ഇട്ടപ്പം അതിനകത്ത് ഒരു ആള് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ചെമ്പകത്തിൻ്റെ അക്കൗണ്ട് ഹാക്കായോ? അതായത് ഒരിക്കലും ഒരു സാധാരണ വ്യക്തി, ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇസ്ലാം തീവ്രവാദം പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവർ പറയില്ല. ഇസ്ലാം തീവ്രവാദത്തിനെതിരെ അവർ ശബ്ദിക്കില്ല, ഒന്നും മിണ്ടില്ല. അതായത് എന്നോട് വന്ന് ചോദിക്കുകയാണ്, ചെമ്പകത്തിൻ്റെ അക്കൗണ്ട് ഹാക്കായോ? അതായത് ഞാൻ സംസാരിക്കില്ല. ഇസ്ലാം തീവ്രവാദം ഈ രാജ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടില്ല. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഹാക്കായിട്ടുണ്ടായിരിക്കണം ഞാൻ അങ്ങനെ സംസാരിക്കണമെങ്കിൽ. അപ്പോൾ അടുത്തയാൾ വന്നിട്ട് അതായത് ഒരു ഹിന്ദു പേരുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ചെമ്പകത്തിൻ്റെ അക്കൗണ്ട് ഹാക്കായോ? അപ്പോൾ ഒരു മുസ്ലിം നാമധാരി വന്നിട്ട് പറയുകയാണ്, ചെമ്പകത്തിന് സുരേഷ് ഗോപിയുടെ ബാധ കയറിയതാണ്. അപ്പം സ്വന്തം രാജ്യത്തിനെ കുറിച്ച്, സ്വന്തം രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP-കാരുടെ ബാധ കയറണം. ഏതെങ്കിലും ഒരു BJP ആയിട്ടുള്ള ആൾക്കാരുടെ ബാധ കയറിയാലേ രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ആക്രമണത്തെക്കുറിച്ച്, തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റൂ. ആരാ പറയുന്നത്? മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് എന്നോട് പറയാണ്, ചെമ്പകത്തിന്റെ ശരീരത്ത് സുരേഷ് ഗോപിയുടെ ബാധ കയറിയോ? വളരെ വിഷമമാണ്, ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുമ്പോൾ. കാരണം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് സ്വന്തം രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയണമെങ്കിൽ, ഇവിടെ നിന്ന് എന്തെങ്കിലും തീവ്രവാദത്തിനെ എതിർത്ത് 2 വാക്ക് സംസാരിക്കണമെങ്കിൽ അവിടെ BJP-യിൽ ആരുടെയെങ്കിലും ബാധ കയറിയാലേ അത് സംസാരിക്കാൻ പറ്റൂ.
അല്ലെങ്കിൽ സംഖ്യയായിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറയാണ് ഹാക്ക് ചെയ്യപ്പെട്ടാലേ ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ഒരാൾക്ക് അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാലേ രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത് ഹാക്ക് ചെയ്തതുകൊണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തി സംസാരിക്കില്ല. ഇത് നിങ്ങൾ സീരിയസ്ലി ഇതൊന്ന് ചിന്തിക്കുക. ഇതുകൊണ്ട് ആർക്കാണ് ദോഷം വരുന്നത്? ഇവിടെ രാജ്യസ്നേഹികളായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനൊരു പ്രോബ്ലം വരുമ്പോൾ ഇന്ന ആൾക്കാർ മാത്രമേ സംസാരിക്കൂ, ഇന്ന വ്യക്തികൾ മാത്രമേ സംസാരിക്കൂ എന്ന് എല്ലാവരുടെയും മനസ്സിലും, അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവരുടെ എല്ലാം മനസ്സിൽ എന്താ വരുന്നത്? ഇസ്ലാം തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ ഒരു ആക്രമണം നടന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അവരോ ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവർ മാത്രമേ സംസാരിക്കൂ. അതെ, അവർക്ക് അട്ടിപ്പേറ് കിട്ടിയതാണ് രാജ്യം. അത് നിങ്ങളങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്ക് അട്ടിപ്പേറ് കിട്ടിയതാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാട് എന്ന് എല്ലാവരും സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ആക്രമണം ഇന്ന ആൾക്കാർ മാത്രമേ സംസാരിക്കൂ, വേറൊരു ആരും ഒന്നും സംസാരിക്കില്ല, ഇടതുപക്ഷത്തിൽപ്പെട്ടവർ ഒന്നും മിണ്ടില്ല. അതെ, ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, എന്ത് നഷ്ടം സംഭവിക്കും, എവിടെ നഷ്ടം സംഭവിക്കുമെന്ന് സ്വയം ഓരോരുത്തരും ചിന്തിച്ചാൽ അവനവന് കൊള്ളാം. ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടം ഒരു ലാഭം എനിക്ക് വരാൻ പോകുന്നില്ല. ഒന്നും ഇപ്പം നടക്കുന്ന ഈ ജനറേഷന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടികൾ കൊണ്ട് ഇപ്പോൾ ഉള്ള ജനറേഷൻ ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് ഇനിയുള്ള ജനറേഷനാണ്. നിങ്ങൾ ഓരോ ആൾക്കാർക്ക് നിങ്ങളുടെ രാജ്യം അട്ടിപ്പേറാണെന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ഇത് വളരെ നല്ല ഒരു ഇതാണ് നിങ്ങൾ ചെയ്യുന്ന അത് തുടർന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലക്ഷ്യമാണ് വികസിത കേരളം, അഴിമതി രഹിത ഒരു വികസിത കേരളം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസിത കേരളം, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസിത കേരളം, നമ്മുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസിത കേരളം. വികസിത കേരളം BJPന്റെ മാത്രം ലക്ഷ്യമല്ല, ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. പ്രധാനമന്ത്രി മോദിജിയുടെ വികസിത ഭാരത കാഴ്ചപ്പാടും വികസന രാഷ്ട്രീയവും കേരളത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ദൗത്യം. ഇതിനോടൊപ്പമുള്ള കത്തിൽ ഞാൻ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കൂ, തീരുമാനിക്കൂ. നമുക്ക് മാറ്റം വേണ്ടേ? ഈ വികസിത കേരളം കാഴ്ചപ്പാടിലും എന്നിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അണിക്ക് നിങ്ങളുടെ വിലയേറിയ ആശയങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ നാടിന് എന്താണ് ആവശ്യമുള്ളതെന്ന് ഞങ്ങളോട് പറയുക. QR കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക. അല്ലെങ്കിൽ servastate@vikasithakerala.org എന്ന വിലാസത്തിലോ 9072571471 എന്ന വാട്സാപ്പ് നമ്പറിലോ ഞങ്ങൾക്ക് എഴുതുക. നിങ്ങൾ എനിക്കൊപ്പം നിന്നാൽ മാറാത്തത് ഇനി മാറും. പക്ഷേ മുന്നിട്ടിറങ്ങാൻ നിങ്ങൾ തീരുമാനിക്കണം. NDAയിൽ ചേരുക, മാറ്റം യാഥാർത്ഥ്യമാക്കുക, വികസിത കേരളം സൃഷ്ടിക്കുക. ജയ് ഹിന്ദ്, ജയ് കേരളം.